മാലാകമാരുടെ അനുസ്യൂത പ്രവാഹം ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മാലാകമാര് നമ്മോട് പറയുകയാ, റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ ചാരത്ത് വന്ന് നമ്മളോട് പറയുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മരിക്കാനേരത്ത് മലക്കുകൾ വരണ സഹോദര, ആ സമയത്ത് നമ്മുടെ ചാരത്ത് വന്ന് മലക്കുകൾ പറയുന്ന ഭാഷ ഏതാണ്? അത് വിശുദ്ധ ഖുർആൻ സ്പഷ്ടമായി നമ്മോട് പറയുകയാ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ. നീ അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, അല്ലാഹുവിലേക്ക് നീ മടങ്ങിക്കോ. സഹോദരങ്ങളെ, പടച്ചവനിലേക്ക് മടങ്ങിക്കോ. ഒരു അവസരത്തിൽ നമ്മളോട് മടങ്ങിപ്പോകാൻ പറയുന്നത് എവിടേക്കാ? യഥാർത്ഥത്തിൽ മടങ്ങിപ്പോകാൻ നമ്മളോട് പറയണമെങ്കിൽ എവിടെയാണോ നമ്മൾ താമസിച്ചിരുന്നത് അവിടേക്കല്ലേ മടങ്ങി പോവുക എന്ന് പറയേണ്ടത്. നമ്മളെ ഇവിടെ നിന്ന് മടക്കി വിടുന്നത് എവിടേക്കാണ്? അല്ലാഹുവിന്റെ സവിധത്തിലേക്കാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് അവിടെയായിരുന്നല്ലേ അതിന്റെ അർത്ഥമുള്ളത്. അല്ലെങ്കിൽ മടങ്ങി പോകണമെന്ന വാക്ക് നമ്മളോട് പറയണ്ടല്ലോ. അല്ലാഹു നമ്മുടെ റൂഹൂരിട്ടുന്നവരാ. കൊട്ടിയാല് ശബ്ദം കേൾക്കുന്ന പച്ചവെള്ളവും പച്ചമണ്ണും കൂട്ടി കലർത്തിയുണ്ടാക്കിയ മനുഷ്യകോലത്തില് അല്ലാഹു അവന്റെ ആത്മാവിനെ ഊതുമ്പോ, അല്ലാഹു അവന്റെ റൂഹിനെ ഊതുമ്പോ, അല്ലാഹു മരിക്കാൻ നേരത്ത് ആ റൂഹ് വിട പറയാൻ നേരത്ത് മലായികത്തിന്റെ നാവിലൂടെ പറയുകയാ, ഇർജിഊ ഇർജിഊ, നിങ്ങൾ മടങ്ങിക്കോ, റബ്ബിലേക്ക് മടങ്ങിക്കോ. ഇത് യഥാർത്ഥ ജീവിതമല്ല സഹോദര, ഇത് യഥാർത്ഥ ജീവിതമല്ല, ഇത് താൽക്കാലിക ജീവിതമാ. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇവിടെ ഒരു പ്രവാസ ജീവിതമാണ് നീ നയിക്കേണ്ടത് ഇബ്നു ഉമറേ. ഇതൊരു വിദേശ രാജ്യമാണ്, ഇതൊരു വിദേശിയെ പോലെ കഴിയേണ്ട മണ്ണാണ്. ഇവിടെ നീ യഥാർത്ഥത്തിന്റെ ജീവിതത്തിലേക്കല്ല കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് മടങ്ങി പോകണം, അല്ലാഹുവിലേക്ക് നമുക്ക് മടങ്ങി പോകണം, തറവാട്ടിലേക്ക് മടങ്ങി പോകണം. നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികൾ ജീവിച്ചതെങ്ങനെയാ? അവര് ദുനിയാവില് താമസിച്ചു, ജീവിച്ചു, സന്തോഷിച്ചു, സുഖിച്ചു. പക്ഷേ ഈ ദുനിയാവെല്ലാം അവര് എന്താ ചെയ്തതെന്നറിയോ? ഈ ദുനിയാവിനെ അവർ ഏത് കോലത്തിലാ നോക്കിക്കണ്ടതെന്നറിയോ? ഈ ദുനിയാവിനോട് അവർക്കുള്ള കമ്മിറ്റ്മെന്റ് എങ്ങനെയായിരുന്നെന്നറിയോ? ഈ ദുനിയാവിനോടുള്ള അവരുടെ താല്പര്യവും അവരുടെ സമീപനവും ഏത് രീതിയിലാണെന്നറിയോ? ഒരു മഹാനമ്മെ പഠിപ്പിക്കുകയാ, ഇന്നലില്ലാഹി ഇബാദന ഫൂതനാ തല്ലഖു ദുനിയാ വഖഫുൽ ഫീതനാ نظروا فيها فلما علموا أنها ليست لحين باطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. ഈ ഭൗതിക ലോകം എങ്ങനെയാ നമ്മുടെ മുൻഗാമികൾ നോക്കിക്കണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബാക്കള്, അവിടേക്ക് ശേഷം വന്ന താബീങ്ങൾ, അവർക്ക് ശേഷം വന്ന തബഅ താബീങ്ങൾ, സലഫ് സാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ ഈ ദുനിയാവിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് അറിയുമോ? വീട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങനെയാണ് പെങ്ങളെ ദുനിയാവിനോട് അവർക്കുണ്ടായിരുന്ന സമീപനമെന്നറിയോ? അല്ലാഹുവിന്റെ ഒരു മഹാനായ ഒരു ദാസൻ പറയുകയാ, ഇന്നലില്ലാഹി ഇബാദന ഫൂതനാ. അല്ലാഹുവിന് ബുദ്ധിയുള്ള കുറെ അടിമകളുണ്ടത്രേ, അല്ലാഹുവിന് ബുദ്ധി കൂർമറയുള്ള കുറെ അടിമകളുണ്ടത്രേ. അല്ലാഹുവിനുള്ള അടിമകളിലും നമ്മൾ ബുദ്ധിയുള്ളവരാണോ മന്ദബുദ്ധികളാണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അല്ലാഹുവിന് ബുദ്ധിയുള്ള കുറെ ദാസന്മാരുണ്ട്. അവര് കൂർമ ബുദ്ധിയുള്ളവരാ, അവര് തിരിച്ചറിവുള്ളവരാ, അവര് വിവരമുള്ളവരാ. അവരുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയോ? തുല്ലഖു ദുനിയാ വഖഫുൽ ഫീതനാ. അവര് ദുനിയാവ് എന്ന് പറയുന്ന കള്ളിപ്പെണ്ണുണ്ടല്ലോ, അതിനെ മുത്തലാഖ് ചൊല്ലിയവരാ, അവര് 3 മൊഴിയും ചൊല്ലിയവരാ. അവര് ദുനിയാവിന്റെ പുറമോടിയോട് അവര് വിരക്തി പ്രകടിപ്പിച്ചവരാ. അവർക്ക് ദുനിയാവ് വേണ്ട എന്ന് ചിന്തിച്ചവരാ. അവര് ദുനിയാവിനെ സംബന്ധിച്ച് എല്ലാം അവസാനിപ്പിക്കണമെന്ന് കരുതിയവരാ. ദുനിയാവ് ചതിക്കുമെന്ന് മനസ്സിലാക്കിയവരാ. ദുനിയാവ് ചതിക്കുന്ന കള്ളിപ്പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞവരാ. ഈ ദുനിയാവ് പോലെ ചതിക്കുന്ന മറ്റൊന്ന് അല്ലാഹു സൃഷ്ടിച്ച
ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയവരാ. അതുകൊണ്ട് തന്നെ അവര് എന്ത് ചെയ്തെന്നറിയോ? ഈ ദുനിയാവ് താമസിക്കാൻ കൊള്ളാത്ത നാടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ, ഇത് വഞ്ചനയുടെ ചതിയുടെ എല്ലാം നാടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ, ഇത് കള്ളത്തിന്റെയും അതുപോലെ തന്നെ ഇവിടത്തെ എല്ലാ പ്രവർത്തനങ്ങളും വഞ്ചനയുടേതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഈ ദുനിയാവിനെ എന്താക്കിയെന്നറിയോ? ഈ ദുനിയാവിനെ അവരങ്ങ് സമുദ്രമാക്കുകയാ, ഇതിനെ ഒരു സാഗരമാക്കുകയാ, പർവ്വത സമാനമായ തിരമാലകൾ അടിച്ചു വീശുന്ന കടലാക്കി ദുനിയാവിനെ അവരെ മാറ്റുകയാ. എന്നിട്ട് ആ കടലിൽ സഞ്ചരിക്കേണ്ട രക്ഷാമാർഗമേതാ? അത് കപ്പലല്ലേ? ആ കപ്പലാക്കി അവര് സങ്കല്പിച്ചത്, കപ്പലാക്കി അവര് ജീവിതത്തിൽ പ്രവർത്തിച്ചതെന്തെന്നറിയോ? അവര് കപ്പലാകുന്ന സൽക്കർമ്മങ്ങള് ഈ സാഗരമാകുന്ന ദുനിയാവിലേക്ക് ഇറക്കിയിട്ടവര് ഓടി രക്ഷപ്പെട്ടവരാ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടത്തിലെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കപ്പലിലല്ലായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇവിടെയായാലും നമ്മുടെ മുന്നിൽ രക്ഷപ്പെടാൻ വെള്ളമാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു കൊതുമ്പ് വള്ളമാണ് നമുക്ക് രക്ഷാമാർഗ, അല്ലെങ്കിൽ ഒരു വള്ളമാണ് നമുക്ക് രക്ഷയ്ക്കുള്ളത്, അതല്ലെങ്കിൽ ഒരു തോണിയാ നമുക്ക് രക്ഷയ്ക്കുള്ളത്, അതല്ലെങ്കിൽ ഒരു കപ്പലാ നമുക്ക് രക്ഷയ്ക്കുള്ളത്. അല്ലാതെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ലല്ലോ. ഈ ഭൗതിക ലോകം വെള്ളമായി സങ്കല്പിച്ച് സമുദ്രമായി, സാഗരമായി, കടലായി, കായലായി, വെള്ളത്തിന്റെ ഒരു വലിയ പ്രളയമായി സങ്കല്പിച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ സൽക്കർമ്മങ്ങളാകുന്ന കപ്പലിലൂടെ യാത്ര ചെയ്തവരാൽ അള്ളാന്റെ ഔലിയാക്കള്. അങ്ങനെയാണ് ആരിഫീയങ്ങളായത്, അങ്ങനെയാണ് സാലിഹീയങ്ങളായത്. അതിലൂടെയാണ് അള്ളാഹുവിനെ അറിഞ്ഞവര് ആ അറിയുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഭൗതിക ലോകം എന്ന ദുനിയാവിന്റെ നമ്മുടെ തൊലിപ്പുറത്തുള്ള ജീവിതമുണ്ടല്ലോ, ഇത് ആർഭാടത്തിൻ്റെതാ, ഇത് അഹങ്കാരത്തിൻ്റെതാ, ഇത് പൊങ്ങച്ചത്തിൻ്റെതാ, ഇത് കള്ളത്തിൻ്റെതാ, ചതിയുടേതാ, വഞ്ചനയുടേതാ. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എവിടെയാണ്? ഇലാ റബ്ബിക റാളിയതൻ മർളിയാ. അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള യഥാർത്ഥ ജീവിതത്തിന്റെ പ്രയാണമുണ്ടല്ലോ, ഓ പ്രയാണമാണ്, പരലോകത്തേക്കുള്ള ജീവിതമാണ്. ആ ഒരു മടക്കയാത്രയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തറവാട്ടിലേക്ക് നമുക്കൊന്ന് മടങ്ങി പോകേണ്ടത് എങ്ങനെയെന്നൊന്ന് മനസ്സിലാക്കാം. ഈ ഭൗതിക ലോകം ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രവാസ ജീവിതമാ. ഇത് പ്രവാസ ജീവിതത്തിൽ നമ്മൾ കഴിയുമ്പോൾ വിസ തീർന്നാൽ തിരിച്ചു പോകണ്ടേ സഹോദരാ? യഥാർത്ഥത്തിൽ നമ്മുടെ വിസ എപ്പോഴാ തീരുന്നത് അത് നമുക്ക് പറയാൻ കഴിയില്ല. ആയുസ്സെന്ന വിസ തീരുമ്പോൾ നമുക്ക് നമ്മുടെ നാടാകുന്ന പ്രവേശന കവാടമാകുന്ന ഖബറിലേക്ക് നമ്മൾ പോയി അവിടെ നിന്ന് തറവാടാകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അല്ലാഹു നല്ല നിലയിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീക്ക് നൽകട്ടെ. നല്ല നിലയിൽ അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് രണ്ട് രീതിയുണ്ട് റബ്ബിലേക്കുള്ള മടക്കം, തറവാട്ടിലേക്കുള്ള മടക്കം. രണ്ട് രീതിയാണ്. ഏത് രീതിയിൽ നമുക്ക് പോകണമെന്ന് ഇവിടെ വെച്ച് നമുക്കൊന്ന് തീരുമാനിച്ച് പിരിയാം. അല്ലാഹു നല്ല നിലയിൽ നമുക്ക് ഇവിടെ നിന്ന് യാത്രയാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്തും മരിക്കാം സഹോദരങ്ങളെ. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ജംഷീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഉപ്പ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. ആ സഹോദരൻ ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നു. പ്രത്യേകം ദുആരക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മരണം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും വരാം. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുമോ അസ്രായേല്? ഒരു കരുണയും കാണിക്കില്ല. മുതിർന്നവരെ ബഹുമാനം കാണിക്കോ? ഒരു ബഹുമാനവും അസ്രായേലിനില്ല. അദ്ദേഹം കർണാടകയിലെ വലിയ ആലിമാണ്, കേരളത്തിലെ വലിയ തലയെടുപ്പുള്ള ആലിമാണ്. ഇദ്ദേഹം ഇന്ന വീട്ടിലെ മഹലിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മഹല്ലത്തിന്റെ ഇമാമാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. ഇനിയും ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതൊന്നും അസ്രായേലിന് വിഷയമല്ല. സമയമെത്തിക്കഴിഞ്ഞാൽ വിസ തീർന്നാൽ അപ്പോഴേക്ക് നമ്മൾ നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക് പോകണം.
പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റൂല, ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റൂല. ഗൾഫിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പോലീസുകാരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഏതെങ്കിലും ഈത്തപ്പന തോട്ടത്തിൽ ഒളിച്ചിരുന്ന് നമുക്ക് പണിയെടുക്കാം. ഇല്ലെങ്കിൽ കൂട്ടുകാരന്റെ റൂമിൽ ചെന്ന് കിടന്ന് നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവന്റെ മഹല് ഫള് കൊണ്ട് നമുക്ക് ജീവിക്കാം. ഇവിടെ നടക്കൂല. ഇവിടെ വിസ തീർന്നാൽ ഉടനെ തിരിച്ചു കയറണം. പ്രവാസിയാണ് നമ്മൾ ഇവിടെ. ഇബ്നു ഉമർ തങ്ങളോട് പറഞ്ഞു, ഔ ആബിറു സബീൽ, ഇല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ജീവിക്കണം. ഞാൻ കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാകുന്ന, സംസ്ഥാനത്തിന്റെ തലസ്ഥാന ജില്ലയാകുന്ന തിരുവനന്തപുരം ജില്ലയില് നെടുമങ്ങാട് എന്ന് പറയുന്ന താലൂക്കില് ആണ് എന്റെ താമസം. പനവൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് എന്റെ താമസം. നെടുമങ്ങാടും പനവൂരും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. വെഞ്ഞാറമൂടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് തിരിയും. അത് കർണാടകക്കാർക്ക് തിരിയുമെന്ന് വെച്ചാൽ അറിയില്ല. സാധാരണക്കാർക്ക് ഇപ്പൊ എന്റെ നാട് ഈ പനവൂർ എവിടെയാണ് ഉസ്താദ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് വെഞ്ഞാറമൂട് അടുത്തെന്നാണ്. വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഹാസ്യ നടന്റെ നാടാണ്. അപ്പൊ അതുകൊണ്ട് വെഞ്ഞാറമൂട്ടിലല്ലേ എന്ന് എല്ലാരും പറയും. എല്ലാവർക്കും അതറിയാം. ഞാൻ അവിടെ നിന്ന് ഇന്നൊരൊറ്റ ദിവസത്തെ പ്രസംഗത്തിനു വേണ്ടി കർണാടകയിലെ വിശാലമായ കർണാടക സംസ്ഥാനത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ വിറ്റ്ല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഞാൻ ഇവിടെ എത്തി. ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് പ്രസംഗത്തിന് വന്നതാ. ഇവിടെ 10 സെന്റ് വസ്തു വാങ്ങി ഒരു വീട് വെച്ച് ഇവിടെ നിന്നൊരു കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കാൻ വന്നാണോ? ഒരിക്കലും അല്ല. എന്റെ ഡ്യൂട്ടി എന്താ? 11 മണി വരെ പ്രസംഗിക്കുക. ഇവിടെ ഒരു ചെറിയ ആഗ്രഹം ഇതിന്റെ സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അത് പരമാവധി കഴിയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ലക്ഷ്യം, അതിന്റെ മാർഗങ്ങളൊന്ന് തുറന്നു കൊടുക്കുക അവർക്ക്. എന്നിട്ട് ഈ വരുന്നവർക്കും ഇരിക്കുന്നവർക്കും ഒക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എല്ലാവരോടും സന്തോഷത്തോടെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ട് പോവുക. ഒരൊറ്റ കാര്യം എനിക്കുള്ളൂ, ഈ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. വേറെ ഇവിടെ കമ്മിറ്റി ആര്, ഇമാമാര്, ഇരിക്കുന്ന ഇമാം എത്ര കൊല്ലമായി, ഇവിടെ എത്ര ആളുകളുണ്ട്, ഇതൊന്നും എന്റെ പ്രശ്നമല്ല. എന്റെ കാര്യം എന്താ? ഇവിടെ വരിക, 2 മണിക്കൂർ പ്രസംഗിക്കുക, കുറച്ച് കളക്ഷൻ എടുക്കുക, ദുആ ഇറക്കുക, പോവുക. ഇത്രയല്ലേ എന്റെ വിഷയമുള്ളൂ. ഇതാണ് ആബിറു സബീൽ, വഴിയാത്രക്കാരൻ. ഇതാണ് വഴിയാത്രക്കാരൻ. ഞാനൊരു വഴിപോക്കനാണ്. വഴിയാത്രക്കാരനായ എന്റെ ഡ്യൂട്ടി ഇതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ദുനിയാവെന്ന് പറഞ്ഞാൽ. വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ആ ട്രെയിൻ വരുമ്പോ ട്രെയിനിൽ കയറണം, എവിടാണോ പോകേണ്ടത് അവിടെ ഇറങ്ങണം. ഇതല്ലാതെ റെയിൽവേ സ്റ്റേഷൻ പെയിന്റ് അടിക്കാനും അത് അടിച്ചു വാരാനും അവിടെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്യൂട്ടിയാണോ? അല്ല, അത് വേറെ ആളുകളുടെ ഡ്യൂട്ടിയാണ്. നമ്മുടെ ഡ്യൂട്ടി ട്രെയിൻ വരുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണ്, താൻ ടിക്കറ്റ് എടുത്ത കമ്പാർട്ട്മെന്റ് ഏത് സ്ഥലത്താണ് അത് എത്തുന്നത്, അതിന്റെ കോച്ച് നമ്പർ എത്രയാണ്, അതിന്റെ സീറ്റ് നമ്പർ എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ കയറിയിരുന്ന് യാത്ര ചെയ്യാം. ഇതല്ലേ ഉള്ളൂ. വേറെ ഒരു ഡ്യൂട്ടി നമുക്കില്ല. ഇതാണ് വഴിപോക്കന്റെ അവസ്ഥ. ഇതാണ് ദുനിയാവെന്ന് ഇബ്നു ഉമർ തങ്ങളോട് അഷ്റഫുൽ ഖൽഖാണ് പറയുന്നത്, എന്റെ വാക്കല്ല. അതുകൊണ്ട് നമുക്ക് തറവാട്ടിലേക്ക് മടങ്ങിപ്പോകണം. ആ തറവാടാകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടത് എങ്ങനെയാകണമെന്ന ഒരു ചെറിയ ആത്മപരിശോധനയാണ്. അള്ളാഹു നമുക്ക് നല്ല നിലയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാൻ. പരിസരത്തൊക്കെ മരണപ്പെട്ട മഹാരഥന്മാര്, നമ്മുടെയൊക്കെ വലിയ വലിയ ഉസ്താദുമാര്, കർണാടകത്തിലെ തന്നെ ഒരുപാട് മഹാരഥന്മാരായ ഉസ്താദുമാര് മരണപ്പെട്ട ആ ഒരു നല്ല കോലത്തില് നമുക്ക് മരണപ്പെടണം. അവർ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചത് നമ്മളെയൊക്കെ അസൂയപ്പെടുത്തിക്കൊണ്ടാണ്. അല്ലേ? ഈ അടുത്ത സമയത്ത് ഒരാൾ മരിച്ചല്ലോ, നമ്മുടെ പ്രവർത്തകൻ നൗഷാദ് സാഹിബ്, അല്ലേ? നൗഷാദ് ഹാജി എന്ന സഹോദരൻ മരണപ്പെടുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കൂടുതൽ വളരെ അടുത്ത ബന്ധം ഞാനും അദ്ദേഹം തമ്മിലില്ല. പക്ഷേ എപ്പോഴോ നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടി, സംസാരിച്ചു. ഈ മരണപ്പെട്ട വാർത്ത അറിഞ്ഞ് ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ കോണ്ടാക്ട് നമ്പർ എടുത്ത് നോക്കുമ്പോ നൗഷാദ് ഹാജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നമ്പർ എന്റെ മൊബൈലിൽ കിടക്കുക.
പക്ഷേ കൂടുതൽ ഇങ്ങനെ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും കോളും മെസ്സേജ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കർണാടകയിലെ ഏതെങ്കിലും ഒരു വലിയ മതപണ്ഡിതൻ മരണപ്പെട്ടാൽ ആ മതപണ്ഡിതന് കിട്ടുന്ന അത്രയും വലിയ ഒരു ജനസഞ്ചയം, ഒരു വലിയ ജനക്കൂട്ടം ആ നൗഷാദ് ഹാജി എന്ന സഹോദരന് കിട്ടി. എങ്ങനെ അദ്ദേഹത്തിന്റെ മയ്യത്തടക്കിയത് തന്നെ അത്ഭുതമാണ്. അപ്പൊ ഈ നിലയിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവർക്കും നല്ലത് മാത്രം പറയാൻ കഴിയുന്നൊരവസ്ഥ. ഇങ്ങനെ നമുക്ക് അള്ളാഹുവിലേക്ക് പോകണം. ഞാൻ അതിനെപ്പറ്റി 2 വഴിയിൽ നമുക്ക് പോകാൻ കഴിയും. നിങ്ങൾ ഉണർന്നിരുന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ 11 മണിക്കപ്പുറം ഞാൻ വിടൂല. 2 രീതിയിൽ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാം. തറവാട്ടിലേക്കുള്ള മടക്കം 2 രീതിയിൽ മടങ്ങിപ്പോകാം. മഹാനായ അബുൽ ഹാസിം റളിയല്ലാഹു തആല അൻഹു എന്ന വലിയ മഹാപണ്ഡിതൻ, അദ്ദേഹം ഒരവസരത്തിൽ പറയുകയുണ്ടായി, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവൻ, തറവാടാകുന്ന സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നവര് 2 രീതിയിലാണ്. എന്നിട്ട് ഒന്നാമത്തെ രീതി ഏതാണെന്ന് വിവരിക്കുകയാണ്. അമ്മൽ മുത്തീ, അള്ളാഹുവിന് വഴങ്ങിയവനാണ്, ജീവിതത്തിൽ സുഹൃതം ചെയ്തവനാണ്, അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചവരാ. അല്ലാഹ് ബഹുമാനിച്ചവനാണ്, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനീ ചിഹ്നങ്ങളെ ബഹുമാനിച്ചവനാണ്. അവന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാണ്, സമയം ചെലവഴിച്ചവനാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, പോകുന്ന രീതി എങ്ങനെയെന്നറിയോ? തറവാട്ടിലേക്കുള്ള മടക്കം എങ്ങനെയെന്നറിയോ? മഹാനായ അബുൽ ഹാസിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖഖുദൂമിൽ ഗായിബി അലാ അഹ്ലിഹിൽ മുസ്താഖീ, കാണാൻ കാത്തിരിക്കുന്ന, കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബനാഥന് മടങ്ങി വരുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യാമക്കള് എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെയാണത്രേ അള്ളാഹു സാലിഹീങ്ങളായ മനുഷ്യരെ സ്വീകരിക്കുന്നത്. അള്ളാഹു ആരിഫീങ്ങളായ മനുഷ്യരെ സ്വീകരിക്കുന്നത് എങ്ങനെയാ? നല്ല മനുഷ്യരെ അള്ളാഹു സ്വീകരിക്കുന്നത് തറവാട്ടിലേക്കുള്ള മടക്കമുണ്ടല്ലോ, ആ മടക്കം എങ്ങനെയാണെന്നറിയോ? കാണാൻ കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ മുമ്പിൽ കുടുംബനാഥന് വരുന്നത് എങ്ങനെയാ? അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ ചില ആളുകൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നത്. മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നിങ്ങൾ കടന്നു പോവുകയാ. പെങ്ങളെ, നീ പോകുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളുമുണ്ട്. എന്തിനാ പോകുന്നത്? 2 വർഷക്കാലമായി 24 മാസക്കാലമായി തന്റെ ജീവിതത്തിൽ നിന്ന് തന്റെ പ്രാണനാഥൻ, തന്റെ പ്രാണപ്രേയസിയെ വിട്ടു പിരിഞ്ഞിട്ട് വിദേശത്താണ്. ആ പ്രിയപ്പെട്ട ഭർത്താവിരാ നാട്ടിലേക്ക് തിരിച്ചു വരികയാ. ആ പ്രിയപ്പെട്ട ഭർത്താവിനെ 2 വർഷമായി കണ്ടിട്ട് ആ പ്രിയപ്പെട്ടവനെ തനിക്കും തന്റെ പൊന്നുമക്കൾക്കും ജീവിക്കാൻ വകതേടിയിട്ട് യാത്ര തിരിച്ചതാ. ആ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകം അവസാനിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാ. അബുദാബിയിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ദുബായിൽ നിന്ന്, സൗദിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ സന്തോഷം എത്ര വലുതാ! ആപത്തൊന്നുമില്ലാതെ തന്റെ പ്രിയപ്പെട്ടവനെ സഞ്ചരിച്ച ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങിയല്ലോ, അത് താഴേക്ക് വന്നുകൊണ്ട് ലാൻഡ് ചെയ്തല്ലോ. ഇനി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുമല്ലോ ലഗേജുമായിട്ട്. ആ ഒരു സന്തോഷം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എങ്ങനെയാ നീ പറഞ്ഞു തീർക്കുക? ആ ഒരു മനസ്സിന്റെ മോഹം എങ്ങനെയാണ്, അതിരുകളില്ലാത്ത മോഹം എങ്ങനെയാണ് എഴുതി തീർക്കുക? അത് വിവരണാതീതമാണല്ലോ. പൊന്നുമക്കളും സ്കൂളിൽ വരെ പോകില്ല. കാരണം എന്താ? വാപ്പ വരികയാണ് വിദേശത്ത് നിന്ന്. ആ വാപ്പ വരുന്ന സന്തോഷം കാണാൻ വേണ്ടിയിട്ട് പൊന്നുമക്കൾ സ്കൂളിൽ പോകാതെ എയർപോർട്ടിൽ ചെല്ലുമ്പോ ആ പ്രിയതമന് കടന്നു വരികയാണ്. 2 വർഷക്കാലമായി നിന്നിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്ന പ്രിയതമൻ നിന്റെ അടുക്കലേക്ക് എത്തുമ്പോ എത്ര ആവേശത്തോടെയാ പ്രിയപ്പെട്ട പെങ്ങളെ നീ സ്വീകരിക്കുക. ആ പ്രിയതമനെ കടന്നു വരുമ്പോൾ എല്ലാ പരിസരം മറന്നുകൊണ്ട്, സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് നീ വാരിപ്പുണരൂലേ?
നിന്റെ പൊന്നുമക്കളെ വാരിക്കോര് തൊടുതുടേ ചുംബിക്കുകയില്ലേ? എന്തുകൊണ്ടാണ് നിന്റെ പ്രിയപ്പെട്ടവനെ കാത്തുനിന്ന് നിന്റെ മനസ്സിന്റെ സന്തോഷം എത്ര വലുതാ? ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിലേക്ക് മടങ്ങി പോകുന്ന നമസ്കാരക്കാര്. അള്ളാഹിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവന് പലിശയില്ലാതെ മദ്യപാനമില്ലാതെ ജീവിതത്തിലെ കള്ളപ്പരമില്ലാതെ പടച്ചവന് വേണ്ടി ജീവിച്ച പ്രിയപ്പെട്ട കർണാടകക്കാരാ, നീ അല്ലാഹുവിലേക്ക് മടങ്ങി പോകുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ പടച്ചവനിലേക്ക് മടങ്ങി പോകുമ്പോ കഖുദൂമിൽ ഗായിബി അലാ അഖിലിഹിൽ മുസ്താഖീൻ, കാണാൻ ഇഷ്കോടെ കാണാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ മുമ്പില് ആ കുടുംബത്തിന്റെ നാഥന് മടങ്ങി വരുന്ന പോലെ ജീവിതത്തിലേക്ക് നീ അവസാനമായി അള്ളാന്റെ പരിശുദ്ധമായ ആ സവിധത്തിലേക്ക് നീ മടങ്ങി പോകുമെന്ന അതെങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ തന്നെ അവതരിപ്പിക്കുകയാ. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് ആ രംഗം എങ്ങനെയാണ് എന്ന്. ഇങ്ങനത്തെ മരണമാണ് ആഗ്രഹിക്കേണ്ടത്, എന്താ വേണ്ടതെന്ന് ഞാൻ അവസാനം പറയാ. 10:15 മണി കഴിയുമ്പോ ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദീകരിക്കാം. പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പടച്ചവരിലേക്ക് മടങ്ങുമ്പോ ഇതേ കോലത്തിൽ മടങ്ങണം. എങ്ങനെയാ പടച്ചവരിലേക്ക് നീ ചെന്നെത്തുകയെന്നറിയോ? സൂറത്തു സുമറിലൂടെ അല്ലാഹു പറയുകയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിച്ച ബെത്ലയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്, ചെറുപ്പക്കാരെയോ, എന്റെ പ്രിയമുള്ള പിതാക്കന്മാരെ, മാതാക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവന്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നത് എങ്ങനെയെന്നറിയോ? വസീഖല്ലദീന തഖൗ റബ്ബഹു, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദര സഹോദരി, നീ അല്ലാഹുവിലേക്ക് മടങ്ങി പോകുന്നത് സുമറാ ഇലൽ ജന്നതി സുമറാ, സംഘം സംഘമായി അല്ലാഹുവിലേക്ക് നീ പോകുമെന്നാണ്, സ്വർഗത്തിലേക്ക് പോകുമെന്ന. ഒരു കണ്ണും ഇതുവരെ കാണാത്ത നയനാനന്ദകരമായ, ഒരു കാതും ഇന്ന് വരെ കേൾക്കാത്ത കരുണാനന്ദകരമായ, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗമുണ്ടല്ലോ. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അല്ലാഹുവിന്റെ സുലോലുപ സ്വർഗത്തിലേക്ക് നീ പോകുമ്പോൾ ആ രംഗം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. എല്ലാ ആയത്തുകളും നമ്മൾ സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോ ആയത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? എങ്ങനെയാണോ സ്വർഗത്തിലേക്ക് നമ്മൾ മടങ്ങി പോവുക, ആ തറവാടാകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ മടങ്ങി പോകുന്നത് നമ്മുടെ കുഞ്ഞിലതാ ഒരു സിനിമ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യാവിഷ്കാരം പോലെ നമുക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ വരികൾ വായിച്ചെടുക്കാം. അല്ലാഹു പറയുകയാണ്, സംഘം സംഘമായി സ്വർഗത്തിലേക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകളെ കൊണ്ടുവരികയാ. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ നീ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നീ എത്തിച്ചേരുന്ന സമയത്ത് എവിടെയാണോ നിന്നെ മറമാടിയിട്ടുള്ളത് ആ ഖബറിൽ നിന്ന് ഇസ്രാഫീൽ എന്ന മാലാഖ സൂറന്ന കാഹളത്തിൽ രണ്ടാമതൊരു ഊതുമല്ലോ. ആ ഊതുന്ന സമയത്ത് നീ നിന്റെ ഖബറിൽ നിന്ന് നീ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമല്ലോ. അവിടെ നിന്ന് നിന്നെ റബ്ബിന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഹത്താ ഇദാ ജാഊഹാ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോ വഫുതിഹത് അബ്വാബുഹാ, സ്വർഗത്തിന്റെ വാതിലുകൾ അതാ തുറക്കപ്പെടുകയാ. സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ടെന്നാണ്. ആ സ്വർഗത്തിന്റെ 8 വാതിലുകളും അതാ നിന്റെ മുന്നിൽ അങ്ങ് തുറക്കപ്പെടുകയാ. വഖാല ലഹും ഖസനതുഹാ, സ്വർഗത്തിന്റെ പാറാവുകാരായ അല്ലാഹുവിന്റെ മാലാഖമാരുണ്ടല്ലോ, റിദ്വാൻ എന്ന മലക്കിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ, അവര് നിന്നോട് പറയുകയാണ്, സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന സലാം നിന്നോട് പറയുകയാ. എന്നിട്ട് പറയുന്നു, തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നീ വരുന്ന സമയത്ത് നിന്റെ വീട്ടിൽ എങ്ങനെയാണോ നിന്റെ വീട്ടുകാര് നിന്നോട് കാണിക്കുന്നത് അതേ അവസ്ഥയല്ലേ
ആലോചിച്ചു നോക്ക്. വിദേശ രാജ്യത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി ടേക്ക് ഓഫ് കഴിഞ്ഞു. അവസാനം മംഗലാപുരത്ത് ഫ്ലൈറ്റ് അതാ ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിനക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനത്തിൽ കയറി. ആ വാഹനം കയറിയിട്ട് നീ വീട്ടിലേക്ക് വരുമ്പോ അതാ സന്തോഷത്തോടെ വീട്ടിന്റെ പടിവാതിൽക്കൽ നീ എത്തിതേരുന്ന സമയത്ത് ആ വീടിന്റെ വാതില് നിനക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവളങ്ങ് തുറക്കുകയാ. ആ വീടിന്റെ വാതില് നിനക്ക് വേണ്ടി പ്രിയപ്പെട്ടവളങ്ങ് തുറക്കുകയാ. ഇവിടെയായിരുന്നല്ലോ നീ താമസിച്ചത്, ഇവിടെ നിന്നാണല്ലോ വിദേശ രാജ്യത്തേക്ക് നീ വണ്ടി കയറിയത്. ആ വീട്ടിലേക്ക് നീ വന്നപ്പോ നിന്റെ വീടിന്റെ കിളിവാതില് തുറക്കപ്പെടുകയാ. എന്നിട്ടോ വീട്ടുകാർ ഉമ്മ ഓടി വരികയാ, വാപ്പ ഓടി വരികയാ. പ്രിയപ്പെട്ടവരെല്ലാം ഓടി വന്നിട്ട് നിന്നോട് പറയുന്ന സലാമുൻ അലൈക്കു, എന്റെ പൊന്നുമോനെ നിനക്കല്ലാതെ രക്ഷ വരട്ടടാ, ഒരാപത്തുമില്ലാതെ തിരിച്ചു വന്നല്ലോ. ഇവിടെ നീ തിരിച്ചു വന്നല്ലോ, 2 വർഷമായി നീ മടങ്ങി വന്നല്ലോ. തിബുത്തും നിനക്ക് സന്തോഷം വരട്ടെ, നിനക്ക് മംഗളങ്ങളെ നേരുകയാ. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നീ വീട്ടിലേക്ക് കേറ മോനെ, തറവാട്ടിലേക്ക് കേറടാ. ഇനി നീ വിദേശത്ത് പോണ്ട, ഇനി നീ ഗൾഫിലൊന്നും പോകണ്ട. നിന്നെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കാകില്ല മോനെ, ഉള്ളത് കൊണ്ട് നമുക്ക് കഴിയാം. നീ ഇനി വിദേശത്തൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും നിന്നെ വീട്ടിലേക്ക് കയറ്റുകയാ. ഈ രംഗം ഒന്ന് ചിന്തിച്ചു മനസ്സിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു വെക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ മടക്ക സ്ഥലമാകുന്ന തറവാടാകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ഭംഗിയായ ആയത്തിലേക്ക് നിങ്ങളൊന്ന് വരിക. അല്ലാഹ് പറയുന്നു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. ഇവിടെ ജീവിതത്തിൽ ഔറത്ത് മറച്ചു നടന്ന പെണ്ണ്, ഇവിടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച പെണ്ണ്, ഇവിടെ പലിശ വാങ്ങാതെ ജീവിച്ച ചെറുപ്പക്കാരൻ, ഇവിടെ മദ്യപിക്കാതെ, ഇവിടെ പരദൂഷണം പറയാതെ, ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ഭീഷണിപ്പെടുത്താതെ, ആരെയും ഒറ്റുകൊടുക്കാതെ ഇവിടെ നല്ല ജീവിതം നയിച്ച മനുഷ്യ, നീ നിന്റെ റബ്ബിന്റെ സ്വർഗമാകുന്ന തറവാട്ടിന്റെ മുമ്പിലെത്തുമ്പോൾ അതിന്റെ വാതിലുകൾ നിന്റെ നേരെ തുറക്കുകയാ. വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും. അവിടുത്തെ പാറാവുകാരായ മലായിക്കത്തുകൾ പറയുന്നു സലാം സലാം സലാം, കയറുമോനെ. എന്നിട്ട് അവർ പറയുന്നു ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഇവിടെ ശാശ്വതമായി നീ കഴിഞ്ഞോ, ഇനി നിനക്ക് വിദേശത്തേക്ക് പോകണ്ട, ഇനി നീ നിന്റെ വിദേശത്തേക്ക് പോകണ്ട, ഇനി നീ ലോകത്തേക്ക് ഭൂമിയിലേക്ക് പോകണ്ട, ഇനി ഇവിടെ നീ ഖാലിദീ ശാശ്വതമായി തന്നെ കഴിയേണ്ടവനാണ്. ഇത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മളെ കയറ്റുമെന്നല്ലേ, തറവാട്ടിലേക്ക് കയറ്റുമെന്നല്ലേ. ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? വിദേശത്ത് നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലേക്ക് വന്ന ചെറുപ്പക്കാരന്റെ മുഖത്ത് 1000 പ്രകാശം പരക്കുകയാ. 1000 സന്തോഷത്തിന്റെ രഥത്തിലേറിയവന് സഞ്ചരിക്കുകയാ. ഇനി എന്നെ വിദേശത്തേക്ക് വിടില്ലെന്ന് എന്റെ ഭാര്യ പറയുകയാ. എന്റെ വാപ്പ പറയുന്നു, മക്കളെ തറവാട്ടിൽ നീ തന്നെ കഴിഞ്ഞോ, ഇനി പോകണ്ട. അങ്ങനെ പറയപ്പെടുന്ന കേൾക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സിൽ വരുന്ന സന്തോഷം എത്ര വലുതാ. അതേ അവസ്ഥ തന്നെയല്ലേ സ്വർഗത്തിന്റെ മുന്നിലെത്തിയിട്ട് അള്ളാഹുവിന്റെ മാലാകമാരുടെ ആശീർവാദത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരാ, നിന്റെ മുഖത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? വുജൂഹി യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. വീട്ടിലേക്ക് വന്ന് നിന്റെ പ്രിയപ്പെട്ടവരെ കണ്ടപ്പോ നിന്റെ മുഖം പ്രസന്നമായതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗമാകുന്ന തറവാട്ടിൽ ഞാനും നിങ്ങളും മടങ്ങി ചെല്ലുമ്പോൾ പടച്ചവനെ നമ്മൾ കാണുകയാ. ആ സമയത്ത് വുജൂഹു യൗമഇദിൻ നാളിറാ, നമ്മുടെ മുഖം അതാ പ്രസന്നമാണ്, പ്രസന്നമാണ്, സന്തോഷമാണ്, സുസ്മേരവദനമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇലാ റബ്ബിഹാ നാളിറോ, നമ്മുടെ പ്രിയപ്പെട്ട നാഥനാകുന്ന പടച്ചവനെ കണ്ടപ്പോ മുഖം പ്രസന്നമാവുകയാ. എന്തോ ഒരു സന്തോഷമാ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്ക് വന്ന വിദേശ രാജ്യത്ത് നിന്ന് വന്നിറങ്ങിയവന് അവന്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ കണ്ടത് വാപ്പയാണല്ലോ, അവിടെ കണ്ടത് ഉമ്മയാണല്ലോ. 2 കൊല്ലം കഴിഞ്ഞു വാപ്പയെ കണ്ടിട്ട്, 2 കൊല്ലം കഴിഞ്ഞു ഉമ്മയെ കണ്ടിട്ട്, 2 കൊല്ലം കഴിഞ്ഞു കൂടെ പറന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ കണ്ടിട്ട്, സഹോദരങ്ങളെ കണ്ടിട്ട്, ജീവന്റെ ജീവനായ പൊന്നുമക്കളെ
പൊന്നുമക്കളെ കണ്ടിട്ട് 2 കൊല്ലം കഴിഞ്ഞല്ലോ. ഇവിടെ 60ഉം 70ഉം വയസ്സ് ജീവിച്ച എന്റെ പ്രിയപ്പെട്ടവര്, ഇവിടെ നിന്ന് പടച്ചവന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ അതാ നിങ്ങൾ കാണുന്നത് ആരെയാണെന്നറിയോ? മുഖപ്രസന്നതയോടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗമെന്ന നമുക്ക് തന്ന തറവാട്ടിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ അവിടെ ആരാണുള്ളതെന്നറിയോ? സ്വർഗ്ഗത്തിൽ നീ നോക്കും ഇതാരൊക്കെയാണ്? അല്ലാഹ്. ആ സ്വർഗ്ഗത്തിൽ നീ ആരെയാണ് കാണുന്നതെന്നറിയോ? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുർ റഅദ് പറയുകയാ, ജന്നാത്തു അദ്നിന്, അവിടെ സ്വർഗ്ഗത്തിലേക്ക് നീ കയറി പോകുമ്പോൾ അവിടെ നിനക്ക് കാണാൻ പറ്റുന്നത് ആരെയാണ്? വമൻ സലഹ മിൻ ആബാഇഹിം, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ട്, ഉമ്മയുണ്ടല്ലോ. വഅസ്വാജിഹിം, നിന്റെ ഭാര്യയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ. വദുരിയാതിഹിം, നിങ്ങളുടെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പെട്ട പൊന്നുമക്കളുണ്ടല്ലോ. ആൺമക്കളായും പെൺമക്കളായും നിങ്ങളുടെ പൊന്നുമക്കൾ അവിടെ ഉണ്ടല്ലോ. വൽ മലായികതു യദ്ഖുലൂന മിൻ കുല്ലി ബാബ്, മലായികത്തുകൾ എല്ലാ വാതിലൂടെയും നിന്റെ അടുത്ത് വരികയാ. എന്നിട്ട് അവരൊക്കെ എപ്പോഴും പറയാനുള്ളത് സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. ഇതെന്റെ പ്രിയപ്പെട്ടവരെ, തറവാട്ടിലേക്ക് നമ്മൾ മടങ്ങി പോകുമ്പോ കാണേണ്ട കാഴ്ചയാണ്. ഈ കാഴ്ച ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്ന ഒറ്റ കാരണം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.